വിശ്വാസമാണ്. കാരണം സായി എനിക്ക് മുമ്പ് അറിയാം. സായി എന്റെ അടുത്ത് പറഞ്ഞു കേട്ടായിരുന്നു. എനിക്കിതൊന്നും കേൾക്കുമ്പോ സായി പറഞ്ഞത് ചുമ്മാ എനിക്ക് സായിയെ വിശ്വാസമാണ്. കാരണം സായി എനിക്ക് മുമ്പ് അറിയാവുന്നതാ. സായി ഇവിടെ വന്നിട്ട് സായി എന്റെ അടുത്ത് പറയുക നിന്റെ അതിന്റെ ഉമ്മ ഇന്റർവ്യൂ കൊടുത്ത് അപ്പം ആ ഇന്റർവ്യൂ ഞാൻ ഇന്റർവ്യൂ എന്ത് എന്റെ അടുത്ത് പറഞ്ഞത് കാണുമ്പോൾ നെഗറ്റീവായിട്ടാ വരുന്നത് എന്നൊക്കെ പറയുമ്പോ അപ്പൊ എന്നെ 13 വോയിസ് കൊടുത്തതൊക്കെ പറയുമ്പോ. നമസ്കാരം. എത്ര പേര് ലൈവ് കണ്ടു എന്നറിയില്ല. ഞാൻ ഈ ലൈവ് കണ്ട സമയത്ത് ജസ്റ്റ് ഈ ഒരു വീഡിയോ ഇത്ര പെട്ടെന്ന് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ, ഇന്നലെ രാത്രി ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോയിൽ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു, ഇത് നമ്മൾ പ്രൊമോയിൽ കണ്ട പോലെ ജാസ്മിൻ്റെ ഫാദർ വന്നിട്ട് പിന്നെ ഗബ്രിയുടെ മാല വാങ്ങുന്നു, ഗബ്രിയുടെ ഫോട്ടോ വാങ്ങിക്കൊണ്ടുപോകുന്നു, പഴയതെന്നൊക്കെ ഇതാക്കിയിട്ട് മകളെ പുതിയൊരു ഗെയിം ഇതാക്കുന്ന ഒരു പുതിയ ഗെയിമിലേക്ക് മകളെ തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സീന് പ്രൊമോയിൽ കണ്ടിരുന്നു. ആ വീഡിയോക്ക് ഞങ്ങൾ റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞാണ് ഇത് ബിഗ് ബോസിന്റെ പ്ലാനാണ്, ജാസ്മിന് കപ്പ് കൊടുക്കാനുള്ള ബിഗ് ബോസിന്റെ പ്ലാനാണ്. എന്നോട് ദേഷ്യം തോന്നിയിട്ട് കാര്യമില്ല. പേഴ്സണലി നമുക്ക് ജാസ്മിനോട് യാതൊരു ദേഷ്യമില്ല. കളിക്കട്ടെ, നല്ല പ്ലെയറൊക്കെ തന്നെയാണ്, ബിഗ് ബോസ് മെറ്റീരിയലാണ്, സംഗതി ഉഷാറായിട്ട് പോട്ടെ. പക്ഷേ ബിഗ് ബോസിന്റെ ഈ നാറിയ കളി ഒരിക്കലും ശരിയല്ല. റീസൺ എന്താ വെച്ചാൽ, ഇന്നിപ്പോൾ ലൈവ് കണ്ടവർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ജാസ്മിൻ്റെ അന്തം ഫാൻസ് അല്ലാതെ ബിഗ് ബോസ് എന്ന ഷോ ഇഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ മറ്റുള്ള കണ്ടസ്റ്റൻസിൻ്റെ കളി ഇഷ്ടപ്പെട്ട് അവരുടെ ഫാനായി നടക്കുന്നവരല്ല, അവരുടെയും കൂടി ഗെയിം കണ്ട ആൾക്കാർക്ക് എൻ്റെ ഞാൻ ഈ പറയുന്ന കാര്യം വളരെ ക്ലിയർ ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ, പുറത്തുനിന്ന് ഒരു ഫാമിലി, അതായത് ഇപ്പോൾ ജാസ്മിൻ ജാഫറിൻ്റെ ബാപ്പയും ഉമ്മയും കയറിയിട്ട് സംഗതി മൂപ്പര് ഭയങ്കര ടെററൊക്കെ ആയി ഭയങ്കര സൂപ്പർ ഡയലോഗുകളൊക്കെ അടിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. നിങ്ങൾ ആദ്യം കേട്ടിട്ടുള്ള വോയിസ് ജാസ്മിൻ ഉമ്മാനോട് പറയുന്ന ഒരു വോയിസ് ക്ലിപ്പാണ്. ഓക്കെ, സംഗതിയൊക്കെ ഭയങ്കര ഉഷാറായിട്ടുണ്ട്. പക്ഷേ ഞാൻ ചോദിക്കുന്നത് വെച്ചാൽ, ഇത് എല്ലാവർക്കും ഇത് ബാധകമില്ലേ? ഞാൻ എടുത്തു പറയാനുള്ള കാരണം, ശ്രീധുവിൻ്റെ അമ്മ പറഞ്ഞ സമയത്ത് ശ്രീധുവിൻ്റെ അമ്മ ഒന്നും പറഞ്ഞിട്ടില്ല. അവിടെ ബിഗ് ബോസിന് വേണ്ടിയിരുന്നത് ശ്രീധുവും അർജുനും തമ്മിലുള്ള കോംബോ പുഷ്പിച്ചിട്ട് അവിടെ ഒരു കണ്ടന്റ് ബിഗ് ബോസിന് കിട്ടണമായിരുന്നു. ഒറ്റ കാര്യം കൊണ്ട് ശ്രീധുവിൻ്റെ അമ്മേനെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ച് സംസാരിച്ചിട്ട് പറഞ്ഞു, അവരുടെ മനസാന്നിധ്യവും അവരുടെ മനക്കട്ടിങ് ഉള്ളത് കൊണ്ടാണ് അവരവിടെ പതറാതിരുന്നത്. അവരും അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക സ്ട്രോങ് ലേഡി ആയതുകൊണ്ടാണ്. ഇത് എന്താ കഥ? ഞാൻ ആ ഒരു പറഞ്ഞിട്ടുള്ള വോയിസ് ക്ലിപ്പ് ഞാൻ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം നിങ്ങൾ കേട്ടതിൻ്റെ ബാക്കി അതിൽ പറയുന്നതെന്ന് വെച്ചാൽ, ജാസ്മിൻ ഉമ്മാനോട് പറയാണ്, അതായത് ഗബ്രീൻ്റെ മാല ഊരിക്കൊണ്ടുപോയി മുമ്പിൽ വന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഭയങ്കര ഇതിലെല്ലാവരോടും ഇതിൽ ഇവിടെ കുറേ കെട്ടിപ്പിടിച്ച് കുറേ കരച്ചിലും ഇതൊക്കെ ഉണ്ടായി. സീൻ എന്ന് പറഞ്ഞാൽ നോർമലായിട്ട് അതൊന്നും യാതൊരു നമുക്ക് കുറ്റം പറയാനൊന്നുമില്ല. സ്വാഭാവികമായിട്ടും ഇത്രയധികം സൈബർ ബുള്ളിങ് പുറത്ത് ഏറ്റുവാങ്ങിയ ആൾക്കാരാണെന്നൊന്നും പറയില്ല. അവർ സമ്മതിക്കണം. കാരണം വെച്ചാൽ അവർ നമ്മൾ കുറ്റം പറയുന്നില്ല കേട്ടോ. ജാസ്മിൻ്റെ ഫാദറിനെയോ അല്ലെങ്കിൽ ജാസ്മിനെയോ അല്ലെങ്കിൽ ജാസ്മിൻ്റെ ഉമ്മാനെ ഒന്നും നമ്മൾ കുറ്റം പറയുന്നില്ല, ഒരിക്കലും ഞാൻ പറയുന്നില്ല. കാരണം ഇത്രയധികം സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു ഫാമിലി ഉണ്ടായിരിക്കില്ല. ഞാനത് പറഞ്ഞ അതിന് റീസൺ എന്ന് പറഞ്ഞാൽ അവർ ഫസ്റ്റ് കൊടുത്തിട്ടുള്ള ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിനെ കുറിച്ചും ഇൻ്റർവ്യൂ ചെയ്ത വിവിനെ കുറിച്ചും ഒക്കെയാണ് അവർ ആ ഒരു ഇതിൽ വന്ന് സംസാരിച്ചിട്ടുള്ളത്. അതിനുള്ളിൽ സംസാരിച്ചത് കാരണം ഇവിടെ പേര് മാത്രം പറഞ്ഞില്ല എന്നുള്ളൂ, ആ വ്യക്തി എന്നുള്ള കാര്യം വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു. നേരെ അവർ വന്നിട്ട് സംസാരിച്ചിട്ട് ബാപ്പ വളരെ നൈസായിട്ട് ആദ്യം തന്നെ ചെയ്ത കാര്യം, ടെഡി ബെയർ കൊടുത്തു. മൂപ്പര് ആദ്യം കൊണ്ടുപോയി മാലടിച്ച് നേരെ വന്നു, റൂം കാണണം എന്ന് പറഞ്ഞു. അങ്ങനെ റൂമിൽ കാണുന്നു. അവിടെ കൊണ്ടുപോയിരുന്ന സമയത്ത് മാല മെല്ലെ ഊരി വാങ്ങി. അത് മൂപ്പര് സിമ്പിളായിട്ട് വാങ്ങിച്ചു. ഓക്കെ, പ്രൊമോയിൽ കണ്ട പോലെ തന്നെ. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ബാക്കി വീടൊക്കെ ഒന്ന് ചുറ്റി കാണണം എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി അങ്ങനെ വീട് കാണിക്കാൻ കൊണ്ടുപോയി. അപ്പോൾ സ്വാഭാവികമായിട്ടും സംഗതി വളരെ ക്ലിയർ പ്രീ പ്ലാൻഡ് ആണ്. എനിക്ക് തോന്നുന്നു ഈ ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്, വളരെ പ്രീ പ്ലാൻഡ്. ഇത്ര അധികം പ്രീ പ്ലാൻഡ് ആയിട്ടൊന്നും പോവരുത് ബിഗ് ബോസ്. സീരിയസ് ആയിട്ട് പറയാം, ഒരു കണ്ടസ്റ്റന്റിനെ മാത്രം ഫേവർ ചെയ്തിട്ട് ഇത്രയും പ്രീ പ്ലാൻഡ് ആയിട്ടും പോകരുത്. മൂപ്പര് പോകുന്നു, ജാസ്മിൻ അപ്പുറത്ത് ആ ഫോട്ടോ നോക്കി, എന്നാടാ ഏരിയ ഉണ്ടല്ലോ, എന്നാടാ കടിക്കണം ഏരിയ, ഈ ഏരിയയിൽ പോകുന്ന സമയത്ത് നേരെ ഫാമിലി ഫോട്ടോ നോക്കി പറയുന്നു, നിനക്ക് ഈ ടോപ്പിക് എടുത്തിട്ടുണ്ട്, എനിക്കിവിടെ ആരും ഇല്ല എന്ന് പറയുന്നു. നിനക്ക് ആരും ഇല്ലേ, നിനക്ക് ഫോട്ടോ നോക്കിയാൽ പോരെ, അതായത് അവരുടെ ഫാമിലി ഫോട്ടോ നോക്കിയാൽ പോരെ എന്ന് പറയുന്നത്. ഇല്ല, എനിക്ക് ആരും ഇല്ല എന്ന് പറയുന്നു. മൂപ്പര് ആ ഫോട്ടോ വാങ്ങി മെല്ലെ കയ്യിൽ വയ്ക്കുന്നു, ചുരുട്ടുന്നു, ഇറങ്ങുന്നു, പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം ഉമ്മ സംസാരിക്കുന്ന വോയിസാണ് ജസ്റ്റ് ബാക്കിയും കൂടി പ്ലേ ചെയ്യാം. ആ സമയത്ത് ജാസ്മിൻ പറയാണ്, എനിക്കിങ്ങനെ അതായത് അതിൻ്റെ ഉള്ളിൽ വന്ന സമയത്ത് സായി വന്ന് എന്നോട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്താ ഇത് കഥ? എന്ത് ബിഗ് ബോസ് പറഞ്ഞ ഒരു ലോകത്തിൻ ഗതി എറിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടാണ് ഈ മാറ്റുണ്ട്. നാളെ മുതൽ പാട്ട് മാറ്റേ വേണ്ട. കാരണം വെച്ചാൽ അത് ചേരുന്നില്ല.
ബിഗ് ബോസിന്റെ ഒരു ഫോർമാറ്റിനെ ചേരുന്ന പരിപാടികളല്ല നടന്നിട്ടുള്ളത്. പിന്നെയും ഞാൻ പറയുന്നു, ജാസ്മിൻ ജാഫർ നമുക്ക് ഇഷ്ടമല്ലാതെ അതിൻ്റെ ഉള്ളിലത്തെ ബിഹേവിയർ കൊണ്ടാണ്, അല്ലാണ്ട് വേറെ യാതൊരു പ്രശ്നമില്ല. അത് നമ്മളുള്ള കാര്യം തുറന്ന് പറയുകയും ചെയ്യും. എന്നിട്ട് അതല്ല, എല്ലാ കണ്ടസ്റ്റൻസിനും ഒരുപോലെ ആയിരിക്കണം നീതി. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വന്ന് സായി ഇങ്ങനെ ഉണ്ടായിരുന്നു, ഞാനാകെ തകർന്നു പോയി, മറ്റേതിൻ്റെ കാര്യം, മറ്റേ അഫ്സലിൻ്റെ കേസ് പറഞ്ഞു, തകർന്നു പോയി. 13 വോയിസ് ക്ലിപ്പുകൾ പുറത്തു വിട്ടു. ആ വോയിസ് ക്ലിപ്പുകൾ മറ്റേ വിവിയുടെ ഇതായിരിക്കാൻ പറയുന്നത്, ആ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വിട്ടു എന്നാണ് പറയുന്നത് എന്നും പറഞ്ഞിട്ട് ആ വോയിസ് ആണ് ഇപ്പൊ ഇന്ന് കേൾപ്പിച്ചത്. ജസ്റ്റ് ഒന്ന് കാണുമ്പോ നെഗറ്റീവ് ആയിട്ടാണ് വരുന്നത് പറയുമ്പോ ഞാൻ ചോദിക്കട്ടെ, 13 വോയിസ് കൊടുത്തതൊക്കെ പറയുമ്പോ ഉമ്മ നോക്ക്, എനിക്ക് ആ ചെറുക്കന്റെ പേര് ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ എനിക്ക് വിശ്വാസമുള്ളതുകൊണ്ട്. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഇങ്ങനെ കേൾക്കുമ്പോ വരുന്നത് എന്റെ ഞാൻ ഇതിനൊക്കെ നിങ്ങൾ പുറത്തുനിന്ന് കാണുന്നതൊക്കെ പുറത്തുനിന്ന് കാണുന്നതൊക്കെയല്ല, പുറത്ത് നിങ്ങൾ നോക്കുമ്പോ ഇത് വീഡിയോ കാണുമ്പോ ഇതങ്ങനല്ല. ഇതെന്താ പറയാമോ, ഇത്ര ആൾക്കാരുടെ വീട്ടിൽ പിടിച്ചിട്ടേക്കോ ഒരു അതൊക്കെ നമുക്കറിയാം. റിയാലിറ്റി ഷോ ആയത് പക്ഷെ ഇത്രയും നാളുണ്ടായ ഇവിടെ സമാധാനം. ഇപ്പൊ എത്ര ദിവസമായെന്നറിയാമോ? എത്ര ദിവസമായെന്നറിയാം? 70 ദിവസം ആവാറായി. ഇന്ന് 69 ദിവസമായി. ഇനി അത് 30 ദിവസമായതേ ഉള്ളു. മക്കള് പിന്നാവും, പിന്നെ നോക്കിക്കോളാം, നല്ല സ്ട്രോങ് ആയിട്ട് മക്കൾ പറയുന്ന കേട്ട് മനസ്സിലാക്കാം. പുറത്തൊരു ജീവിതമുണ്ട്, അതുകൊണ്ട് മക്കള് മക്കൾക്ക് എന്ത് വിഷം വന്നാലും ഇത് നോക്കി ഉമ്മായി വിളിക്കണം. ഉമ്മ കൂടെ ഉണ്ടെന്ന് എപ്പോഴും വിചാരിക്കണം. മനസ്സിലായോ? ഉമ്മ പറയാൻ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അത് ഉമ്മ എപ്പോഴും മോളെ കൂടെ ഉണ്ട്. ഏത് നിമിഷം നീ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഉമ്മ മോളെടുത്ത് കിടക്കുന്നുണ്ട്. മക്കൾ അങ്ങനെ മനസ്സിൽ വിചാരിച്ചാൽ മതി കേട്ടാ. എന്ത് വിഷം വന്നാലും ഉമ്മയോട് പറയണം. ഉമ്മ അവിടെ കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് ഇന്ന് ലൈവ് കണ്ടവർക്ക് അറിയാൻ നടന്നിട്ടുള്ളത്. ഒരു കാര്യം പറയാതെ വയ്യ, വളരെ വളരെ നല്ല രീതിയിൽ സംസാരിച്ചിട്ടുള്ള ഒരു ഉപ്പയും ഉമ്മയും, ഒരു ദേഷ്യവും അവരോടില്ല. അവരുടെ കാര്യം ആലോചിച്ചിട്ട് കഷ്ടം തന്നെ തോന്നുന്നുള്ളൂ. റിയലി ഫീൽ സോറി ഫോർ ദാറ്റ് ഫാമിലി. ആ ഉപ്പയ്ക്കും ഉമ്മയ്ക്കുള്ള കാരണം വെച്ചാൽ ഇങ്ങനെയൊക്കെ സംഭവം മകൾ ഇതിനുള്ളിൽ വന്ന് കാണിച്ചൊറ്റ കാര്യം കൊണ്ടാണ് അവർക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷെ അവർ വളരെ സൂപ്പറായിട്ട്, ഇനിയിപ്പോൾ സ്ക്രിപ്റ്റിന്റെ ഭാഗമാണെങ്കിൽ കൂടി വളരെ സൂപ്പറായിട്ട് ആ ഒരു സംഗതി അവരവിടെ ഹാൻഡിൽ ചെയ്തു. ഗെയിം ചേഞ്ചിങ് മൊമെന്റ് ഓഫ് ബിഗ് ബോസ്. ഗെയിം ചേഞ്ചിങ്. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ ജാഫറിന് കപ്പ് കൊടുക്കുവാൻ ഉള്ള പദ്ധതി ആണ് എന്ന് വീണ്ടും അതന്നെ പറയണം. actually ജാസ്മിൻ മോശം പ്ലെയർ ഒന്നുമില്ല, ജാസ്മിൻ നല്ല പ്ലെയർ തന്നെയാണ്. പക്ഷെ നല്ല പ്ലെയർ എന്ന് വെച്ചാൽ ബാക്കിയുള്ളവർ വെറും ഊളകളല്ല. ബാക്കി ബിഗ് ബോസിനകത്ത് വന്നിട്ടുള്ള ആൾക്കാർ വെറുതെ അവിടെ ചുറ്റിത്തിരിഞ്ഞ് 100 ദിവസം തയ്ക്കാൻ വേണ്ടി വന്ന ആൾക്കാരല്ല. ഞാൻ ഓരോ കേസും പഴയത് എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ സായിയുടെ കേസ് മുതൽ എനിക്കൊന്നും സായിയുടെ കേസൊക്കെ സായിനെ കൊണ്ട് പറയിപ്പിച്ചതാണ്, ബിഗ് ബോസ് പറയിപ്പിച്ചതാണ്. എനിക്ക് തോന്നുന്നില്ല അല്ലാണ്ട് പൊട്ടത്തര അവിടെ പോയി പറഞ്ഞൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇത് കംപ്ലീറ്റ് ബിഗ് ബോസിന് ജാസ്മിൻ ജാഫർ എന്ന വ്യക്തിനെ ഫേവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇത്രയും നല്ല രീതിയിൽ പുറത്തെ കാര്യങ്ങൾ ഫുള്ള് പറഞ്ഞു കൊടുത്ത് എങ്ങനെയാണ് കളിക്കേണ്ടതെന്നുള്ള രീതിയിൽ കളി ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് ജാസ്മിൻ ജാഫറിന് ജാസ്മിന്റെ ഫാമിലി വന്ന് പറഞ്ഞു കൊടുത്തു. ദേഷ്യമില്ല കേട്ടോ, ഇത് പറയുമ്പോൾ ദേഷ്യമില്ല കാരണം വെച്ചാൽ പേഴ്സണൽ ദേഷ്യം കേട്ടില്ല. പക്ഷെ ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോ ബാക്കി മത്സരിക്കുന്ന ഊളകളായി കഴുതകളായിട്ടുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസ് അവരുടെ അവസ്ഥ ആലോചിച്ചിട്ട് പറയാം. ജാസ്മിൻ ജാഫർ ഒഴിച്ച് ബാക്കി അവിടെ ഉള്ള വെറും മരക്കഴുതകളായിട്ടുള്ള, ഞാൻ മരക്കഴുതകൾ തന്നെ പറയുന്നു, കാരണം പൊട്ടന്മാർ അവർ എന്തിനാ കളിക്കുന്ന അവർക്ക് തന്നെ അറിയില്ല. അവരൊക്കെ പുറത്ത് വന്നു കഴിഞ്ഞാൽ അവരുടെയൊക്കെ ഇന്റർവ്യൂസും പരിപാടിയും കാര്യങ്ങളും കണ്ടുകൊണ്ടു. ഇനിയിപ്പോൾ കോൺട്രാക്ട് ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഉണ്ടായിരിക്കാം, കോൺട്രാക്ട് ഉള്ളതുകൊണ്ടായിരിക്കും, അല്ലെങ്കിൽ അവരുടെ അവസ്ഥ കഷ്ടം. കാരണം വെച്ചാൽ പ്രത്യേകിച്ച് ശ്രീധുവിന്റെ അതുപോലെ ഓരോരുത്തരുടെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നും പറയാൻ പറ്റാത്ത ഓരോരോ സിബിന്റെ കേസാണെങ്കിലും ആ കേസാണെങ്കിലും ഈ കേസാണെങ്കിലും എന്തെടുക്കുകയാണെന്നുണ്ടെങ്കിലും എനിക്ക് എന്താ പറയുക, എന്തൊക്കെയോ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ഇതിലേറെ കൂടുതൽ പറയണമെന്നുണ്ട്. പക്ഷേ നിങ്ങളേതായാലും ലൈവ് ബാക്കി കാര്യങ്ങൾ കാണട്ടെ. ഏതായാലും സംഭവം മെയിനായിട്ട് നടക്കേണ്ടതൊക്കെ നടന്നു. പിന്നെ മാല ഉരി വാങ്ങി, പിന്നെ ഫോട്ടോ എടുത്തുകൊണ്ടുപോയി, ക്ലിയർ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഗബ്രീനായിട്ട് ഇത് പരിപാടി വേണ്ട, നീ ഇനി മുതൽ ഇനി എങ്ങനെയാണ് കളിക്കേണ്ടത്, ഇങ്ങനെയാണ് ബിഗ് ബോസ് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് അവരുടെ വായിലൂടെ ബിഗ് ബോസ് വളരെ ക്ലിയർ ആയിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുത്തു. ഇത് ഇതിലിടയ്ക്ക് എത്രത്തോളം കൺഫെഷൻ റൂമിലൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയും. എന്താണെന്നുണ്ടെങ്കിലും അടിപൊളിയാണ്. ബാക്കി അപ്ഡേറ്റ് ഇന്നത്തെ ലൈവ് കണ്ടതിന് ശേഷം പറയാം കേട്ടോ. വെരി ബാഡ്. ജാസ്മിൻ ജാഫർ ഫാൻസ് ഒരു പക്ഷേ ചിലപ്പോൾ നമ്മളെ മെഴുകാനും ഇതിനൊക്കെ ചാൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, ഉള്ള കാര്യം തുറന്നു തന്നെ പറയും. ബിഗ് ബോസ് എന്ന ഗെയിമിന്റെ ഫോർമാറ്റിന് എതിരായിട്ടുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല.